ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു കോഴിമുട്ട കൊണ്ടുള്ള വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കോഴിമുട്ട എടുക്കാം. ഞാനിവിടെ അഞ്ചെണ്ണത്തിന് വേണ്ട സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് 5 മല്ലി 1 ടീസ്പൂൺ ഫുൾ, കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഉള്ളികളാണ് ഞാൻ ആദ്യം വറുത്തെടുക്കാൻ പോകുന്നത്. ചുവന്നുള്ളി, ഒപ്പം തന്നെ വെളുത്ത ഉള്ളിയും കൂടെ കറിവേപ്പിലയും കൂടി നമുക്ക് ആദ്യം വറുത്തെടുക്കാം. ഉള്ളി ഇപ്പോൾ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കോഴിമുട്ട വറുത്തത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ശ്വാസം മുട്ടലുള്ള രോഗികൾക്ക്, പൈൽസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ ഈ ബാക്കിയുള്ള കുരുമുളകും മല്ലിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നല്ലോണം ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഏകദേശം ബ്രൗൺ ആയി തുടങ്ങി. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല മണം വരും. ഇത് കരിയാതെ വറുക്കണേ. കുരുമുളക് ഇങ്ങനെ പൊട്ടൽ തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതും കൂടി നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് കറക്കിയ ശേഷം പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. മുട്ട ഞാനൊരു കുപ്പിപ്പാത്രത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത് 5. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേറെ പാടില്ല. 1/2 ടീസ്പൂൺ ഉപ്പ്. മുട്ടയിലധികം ഉപ്പ് പിടിക്കില്ല. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാനുമാണ്. പിന്നെ നാടൻ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഔഷധ ഗുണവും ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അമ്മിയിൽ അരച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോഴിമുട്ട ദോശ പോലെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു തവിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നല്ലോണം വെന്ത ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ ഇതിങ്ങനെ മറിച്ചിടാൻ പാകത്തിന് ഇങ്ങനെ പൊന്തി വരും. ആ സമയത്താണ് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഞാനിതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിന് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ആദ്യം 1 or 2 കോഴിമുട്ടയിൽ നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ട് മതി കുറച്ചധികമൊക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ ഇതൊരു ഔഷധ ഗുണമുള്ള സംഭവമായതുകൊണ്ട് ചെറിയ കുട്ടികളിത് ചിലപ്പോൾ കഴിച്ചോളണമെന്നില്ല. പക്ഷേ വയസ്സായവർക്കിത് അത്യുത്തമമാണ് കഴിക്കുന്നത്. കുട്ടികളും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ കഴിക്കും. ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ. കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ല അടിപൊളി നിറത്തിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും പൊരിച്ചെടുക്കാം. ഒരു സവാള വട്ടത്തിലരിഞ്ഞ് ഇങ്ങനെ മൊരിച്ചെടുക്കുക. കറിവേപ്പില കൂടി ഇടുക. ഇതിലേക്ക് ഈ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിയിട്ടുള്ള ഈ ഒരു ഗ്രേവിയെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
എല്ലാതും നമുക്ക് അപ്പം ചൂടാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഒരെണ്ണം അപ്പം ചുട്ടെടുക്കും, ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഈ രീതിക്കും ചെയ്യാറുണ്ട് സമയം കിട്ടാത്തപ്പോൾ. അതും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതെല്ലാം ഇതിൽ പകർന്നെടുത്തിട്ടുണ്ട്. ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യും. ഇങ്ങനെ ഇളക്കി മറിക്കുക. ചിക്കിപ്പൊരിക്കുക. ഇതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മൾ കഞ്ഞിക്കാണ് എടുക്കുക. കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ എടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പത്തിനേക്കാളും അവർക്കിഷ്ടം ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്തിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും ഇഷ്ടമുള്ളവർക്ക്. ഇപ്പം കുറച്ചുകൂടി ഒരു ഭംഗിയായി ഇതിന്. മുട്ടപ്പൊരി, കോഴിമുട്ട പല രീതിയിലും നമുക്ക് വറുത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഒരു രീതി മാത്രമാണ്. എല്ലാ ജലാംശവും വറ്റി മൊരിച്ചെടുക്കണത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ബ്രൗൺ കളർ ഇങ്ങനെ വരും ഇതിലേക്ക്. അപ്പം അതിന് നല്ല ടേസ്റ്റായിരിക്കും. ഇത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം ചൂടോടുകൂടി വേണം കഴിക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യൂ ഗായ്സ്. ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു കോഴിമുട്ട കൊണ്ടുള്ള വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കോഴിമുട്ട എടുക്കാം. ഞാനിവിടെ അഞ്ചെണ്ണത്തിന് വേണ്ട സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് 5 എണ്ണം. മല്ലി 1 ടീസ്പൂൺ ഫുൾ, കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഉള്ളികളാണ് ഞാൻ ആദ്യം വറുത്തെടുക്കാൻ പോകുന്നത്. ചുവന്ന ഉള്ളി, ഒപ്പം തന്നെ വെളുത്ത ഉള്ളിയും കൂടെ കറിവേപ്പിലയും കൂടി നമുക്ക് ആദ്യം വറുത്തെടുക്കാം. ഉള്ളി ഇപ്പോൾ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കോഴിമുട്ട വറുത്തത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ശ്വാസം മുട്ടലുള്ള രോഗികൾക്ക്, പൈൽസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ ഈ ബാക്കിയുള്ള കുരുമുളകും മല്ലിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നല്ലോണം ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഏകദേശം ബ്രൗൺ ആയി തുടങ്ങി. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല മണം വരും. ഇത് കരിയാതെ വറുക്കണേ. കുരുമുളക് ഇങ്ങനെ പൊട്ടൽ തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതും കൂടി നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് കറക്കിയ ശേഷം പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. മുട്ട ഞാനൊരു കുപ്പിപ്പാത്രത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത് 5 എണ്ണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേറെ പാടില്ല. 1/2 ടീസ്പൂൺ ഉപ്പ്. മുട്ടയിൽ അധികം ഉപ്പ് പിടിക്കില്ല.
ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാനുമാണ്. പിന്നെ നാടൻ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഔഷധ ഗുണവും ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അമ്മിയിൽ അരച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോഴിമുട്ട ദോശ പോലെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു തവിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നല്ലോണം വെന്ത ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ ഇതിങ്ങനെ മറിച്ചിടാൻ പാകത്തിന് ഇങ്ങനെ പൊന്തി വരും. ആ സമയത്താണ് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഞാനിതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിന് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ആദ്യം 1 or 2 കോഴിമുട്ടയിൽ നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ട് മതി കുറച്ചധികമൊക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ ഇതൊരു ഔഷധ ഗുണമുള്ള സംഭവമായതുകൊണ്ട് ചെറിയ കുട്ടികളിത് ചിലപ്പോൾ കഴിച്ചോളണമെന്നില്ല. പക്ഷേ വയസ്സായവർക്കിത് അത്യുത്തമമാണ് കഴിക്കുന്നത്. കുട്ടികളും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ കഴിക്കും. ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ. കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ല അടിപൊളി നിറത്തിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും പൊരിച്ചെടുക്കാം. ഒരു സവാള വട്ടത്തിൽ അരിഞ്ഞ് ഇങ്ങനെ മൊരിച്ചെടുക്കുക. കറുവേപ്പില കൂടി ഇടുക. ഇതിലേക്ക് ഈ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിയിട്ടുള്ള ഈ ഒരു ഗ്രേവിയെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാതും നമുക്ക് അപ്പം ചൂടാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഒരെണ്ണം അപ്പം ചുട്ടെടുക്കും. ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഈ രീതിക്കും ചെയ്യാറുണ്ട് സമയം കിട്ടാത്തപ്പോൾ. അതും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതെല്ലാം ഇതിൽ പകർന്നെടുത്തിട്ടുണ്ട്. ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യും. ഇങ്ങനെ ഇളക്കി മറിക്കുക. ചിക്കിപ്പൊരിക്കുക. ഇതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മൾ കഞ്ഞിക്കാണ് എടുക്കുക. കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ എടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഇതിഷ്ടപ്പെടും. ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പത്തിനേക്കാളും അവർക്കിഷ്ടം ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്തിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും ഇഷ്ടമുള്ളവർക്ക്. ഇപ്പം കുറച്ചുകൂടി ഒരു ഭംഗിയായി ഇതിന്. മുട്ടപ്പൊരി, കോഴിമുട്ട പല രീതിയിലും നമുക്ക് വറുത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഒരു രീതി മാത്രമാണ്. എല്ലാ ജലാംശവും വറ്റി മൊരിച്ചെടുക്കണത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പം നല്ലപോലെ മരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ബ്രൗൺ കളർ ഇങ്ങനെ വരും ഇതിലേക്ക്. അപ്പം അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇളം ചൂടോടുകൂടി വേണം കഴിക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യൂ ഗായ്സ്.